അപ്പുണ്ണിയുടെ മറവി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതൊരു നല്ല ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. മറവി എന്നുള്ളത് അൾഷിമേഴ്സ് രോഗം. അത് എല്ലാവർക്കും ആ രോഗം വരുന്നില്ല. നമ്മൾ ഒരു മനുഷ്യരിൽ ഒരു 1% ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അത് കൂടുതലൊന്നും ഉണ്ടാവുന്നില്ല. അത് മിക്കവാറും ഹോർമോൺ തകരാറുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ മറവി വന്നെന്ന് വെച്ച് നമ്മൾ അവരൊന്നും ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരൊക്കെ ഈ സമൂഹത്തിലേക്ക് നമ്മളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പിന്നെ അതിനൊക്കെ ശരിയായ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്ത് അവരുടെ ആ രോഗം, മറവി രോഗം അത് ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ ഒരാൾക്ക് മറവി ഉണ്ടെന്നും പറഞ്ഞ് നമ്മളവരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പരുഷമായി അവരോട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ രോഗം എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. അതാ പറയാനുള്ളൂ. നല്ലൊരു ഷോർട്ട് ഫിലിമാണ് അത്. നല്ല കാര്യമാണ്. അതാർക്കും സംഭവം. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ഈ മറവി രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പേർക്ക് ഉണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആളുകളൊക്കെ ഒരുവിധം പ്രോട്ടീനുള്ള ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. പ്രോട്ടീനും വിറ്റാമിൻസൊക്കെ ഉള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറവി രോഗം വളരെ കുറച്ച് പേർക്കേ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അധികം ആളുകൾക്ക് വരില്ല. അന്നേരം മറവി രോഗം വന്നാലൊരു പ്രശ്നം തന്നെയാണ്. അവരുടെ ജീവിതത്തിന് നമ്മൾ സാധാരണ മനുഷ്യരുടെ താളങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു താളപ്പിഴകളൊക്കെ ചിലത് സംഭവിക്കും. അതാണ് ഉണ്ടാവാറ്.